ലിഫ്റ്റിൽ വെച്ച് കണ്ടുമുട്ടിയ ഹെൽമറ്റ് ധരിച്ച മനുഷ്യൻ തന്റെ അയൽവാസിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ സ്ത്രീക്ക് വല്ലാത്ത ഭയം തോന്നി. വീട്ടിലെത്തിയ ഉടനെ അവൾ വാതിൽ 3 ലോക്കിട്ട് പൂട്ടി. എന്നാൽ മേശയ്ക്ക് മുകളിൽ അപരിചിതമായ ഒരു പഴയ ടവൽ ഇരിക്കുന്നത് കണ്ട് അവൾ ഞെട്ടി. അസ്വസ്ഥയായ അവൾ വീട്ടിലെ CCTV പരിശോധിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. വീട്ടിൽ ആരുമില്ലെന്ന് കരുതിയ സമയത്ത് ഹാളിലൂടെ ഒരു കറുത്ത നിഴൽ മിന്നിമറയുന്നത് അവൾ കണ്ടു. ഒരു വശത്ത് ഒരു കണ്ണുമാത്രമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയും പ്രത്യക്ഷപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അവൾ വീട്ടിലില്ലാത്ത സമയത്ത് ആ വിചിത്ര മനുഷ്യൻ അതിക്രമിച്ചു കയറി അവളുടെ ബിയർ കുപ്പിയിൽ നിന്ന് കുടിക്കുന്നതും മറ്റും അവൾ കണ്ടു. കൊലപാതക ഉദ്ദേശത്തോടെ എത്തിയ അയാളിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. പിന്നീട് ആ അപ്പാർട്ട്മെന്റിലെ താമസക്കാർ പലരും അപ്രത്യക്ഷരായതോടെ അപ്പാർട്ട്മെന്റ് മാനേജർ അയാളുടെ സഹോദരനായ ജിമ്മിയെ സാധനങ്ങൾ മാറ്റാൻ വിളിച്ചു. അഴുക്കുപിടിച്ച ആ മുറിയിൽ സ്ത്രീകളുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്നത് കണ്ട് ജിമ്മി അമ്പരന്നു. തുടർന്ന് അവൻ ഓരോ വാതിലിലും ചില നിഗൂഢ അടയാളങ്ങൾ ശ്രദ്ധിച്ചു. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും സൂചിപ്പിക്കുന്ന അടയാളങ്ങളായിരുന്നു അവ. ജിമ്മി തന്നെയും തന്റെ കുടുംബത്തെയും അപകടത്തിലാക്കുന്ന ഒരു വലിയ ഗൂഢാലോചനയാണ് അവിടെ നടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ ജിമ്മിയുടെ കുടുംബത്തെ ഒരു ഭവനരഹിതൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ദയാലുവായ ഒരു സ്ത്രീ അവരെ രക്ഷിക്കുകയും തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ ആ സ്ത്രീയുടെ വാതിലിലെ അടയാളം അവിടെ 3 പേർ താമസിക്കുന്നുണ്ടെന്നായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ അവൾ മകളോടൊപ്പം മാത്രമായിരുന്നു താമസിച്ചിരുന്നത്. ആ അപ്പാർട്ട്മെന്റിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢമായ ആ വലിയ അപകടം അവർ ഇനിയും തിരിച്ചറിഞ്ഞിരുന്നില്ല.